അസ്സലാമലൈക്കും. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമുക്ക് നാളെ നോമ്പ് തുടങ്ങുകയാണല്ലോ. അപ്പോൾ അതിൻ്റെ മുന്നോടിയായി കുറച്ച് കാര്യങ്ങളും കൂടി ചെയ്തു വെക്കാനുണ്ടായിരുന്നു. അതിൻ്റെ ഒരു വീഡിയോ ആണ് കേട്ടോ കാണിക്കുന്നത്. നല്ല ജീരകം പൊടിച്ചു, പെരിഞ്ജീരകം, സ്പൈസസ്, കുരുമുളക് അതെല്ലാം പൊടിച്ച് ബോട്ടിലൊക്കെ ആക്കി വെച്ചുട്ടാ. ഇങ്ങനെയൊക്കെ ആക്കി വെക്കുമ്പോൾ നമുക്ക് നല്ല സൗകര്യമാണല്ലോ. ആ സമയത്ത് നമുക്ക് പെട്ടെന്ന് കിച്ചണിലെ പണികൾ തീർക്കാമല്ലോ. അതൊക്കെ എല്ലാവരും ചെയ്യുന്നത് തന്നെ ആയിരിക്കും. എന്നാലും ഞാൻ ചെയ്യുന്നത് നിങ്ങളുമായി ഒന്ന് ഷെയർ ചെയ്യാമെന്ന് കരുതിയിട്ടാണ്. പിന്നെ തക്കാളിയൊക്കെ വിനാഗിരിയിലും ഉപ്പിലും ഇട്ടൊക്കെ കഴുകി തുടച്ചതിന് ശേഷം ബോക്സിലാക്കി വെക്കുന്നു. അതുപോലെ തന്നെ പച്ചമുളകും ഞെട്ടിയൊക്കെ പൊട്ടിച്ച് ബോക്സിലാക്കി വെക്കുന്നുണ്ട്. ഇങ്ങനെയൊക്കെ ചെയ്യുമ്പോൾ നമുക്ക് സൗകര്യമാണല്ലോ. പിന്നെ ഗ്രൈൻഡറും പിന്നെ അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ ഓവനൊക്കെ നല്ലതുപോലെ തുടച്ച് വെച്ചിട്ടുണ്ട്. ഇനി ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ നമ്മളെ പണിക്ക് വരുന്ന ആളുകളും ചെയ്യുന്നുണ്ട്. ഇനി കട്ട്ലറ്റാണ് കേട്ടോ ഉണ്ടാക്കുന്നത്. ഇതിനായി 1 കിലോ സബോള ചെറുതായി അരിഞ്ഞത് ഇട്ട് കൊടുക്കുന്നുണ്ട്. പച്ചമുളക്, ഇഞ്ചി, വെളുത്തുള്ളി പേസ്റ്റും കൂടി ഇട്ട് നല്ലതുപോലെ വഴറ്റിയെടുത്തതിന് ശേഷം മഞ്ഞൾ, ഗരം മസാല, പെരിഞ്ജീരകം, കുരുമുളക് ഇതെല്ലാം ഇട്ടൊന്ന് വഴറ്റിയെടുക്കാം. അതിന് ശേഷം അതിലേക്ക് 1 കിലോ ബീഫ് പൊടിച്ചത് ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ അതിലേക്ക് 1 കിലോ ഉരുളക്കിഴങ്ങ് പുഴുങ്ങി പൊടിച്ചതും കൂടി ഇട്ട് കൊടുത്ത് നല്ലതുപോലെ ഒന്ന് വഴറ്റിയതിന് ശേഷം നമുക്ക് ഒരു പിടി മല്ലിയില ഇട്ട് കൊടുത്ത് ഫ്ലെയിം ഓഫ് ചെയ്യാം. ഈ പ്രാവശ്യം കട്ട്ലറ്റ് ഉണ്ടാക്കിയിട്ട് മുക്കിയെടുത്തത് ഞാൻ കോൺഫ്ലവറും മൈദയും കൂടി ഈക്വലായിട്ട് കലക്കിയിട്ട് അതിലാണ് കേട്ടോ. അങ്ങനെ ആകുമ്പോൾ തീരെ എണ്ണ കുടിക്കില്ല. മുട്ട ആകുമ്പോൾ നല്ല എണ്ണ കുടിക്കും. ഇനി നമുക്കിത് ഉരുട്ടിയത് ഒരു ബോക്സിലാക്കി എടുത്ത് ഫ്രീസ് ചെയ്ത് വെക്കാം. ഇനി ഏലക്കായും കൂടി ഒന്ന് പൊടിച്ചെടുക്കാം കേട്ടോ. നേരത്തെ ഞാൻ ഏലക്കായ പൊടിച്ചിട്ടുണ്ടായിരുന്നില്ല, വെയിലത്ത് വെച്ചിട്ടേ ഉണ്ടായിരുന്നുള്ളൂ. ഇനി ഈ പൊടിച്ചത് നമുക്കൊരു ബോട്ടിലാക്കി വെക്കാം. സാധനങ്ങളൊക്കെ കവറിലിരിക്കുകയാണല്ലോ. ഇനി അതൊക്കെ പൊട്ടിച്ച് ഓരോ ബോട്ടിലും ആക്കി വെക്കാം. റവയും സേമിയയും അതുപോലെയുള്ള മറ്റെല്ലാ സാധനങ്ങളും ബോട്ടിലിൽ ആക്കി വെച്ച് കഴിഞ്ഞാൽ നമുക്ക് എളുപ്പത്തിൽ എടുക്കാമല്ലോ. അതുപോലെ തന്നെ കുറച്ച് ചുവന്ന ഉള്ളിയും ക്ലീൻ ചെയ്ത് ബോട്ടിലിൽ ആക്കി ഫ്രിഡ്ജിൽ വെക്കാം. ഇനി കുറച്ച് ജ്യൂസ് ഉണ്ടാക്കാനായി മുന്തിരി വേവിച്ച് വെക്കാനായി ഉപ്പും വിനാഗിരി ഒഴിച്ച് നല്ലതുപോലെ കഴുകിയെടുക്കുന്നുണ്ട്. കുറച്ച് നേരം വെള്ളത്തിലിട്ട് വെക്കണം കേട്ടോ. എന്നതിന് ശേഷം നമുക്കിത് അടുപ്പത്തേക്ക് വെക്കാം. ഇനി ഞാനൊരു ചെറിയ പർച്ചേസിങ്ങും കൂടി ഉണ്ടായിരുന്നു കേട്ടോ. എനിക്കൊരു ചിരവ വാങ്ങി. കാരണം ഇവിടുത്തെ ചിരവ തീരെ മൂർച്ച ഉണ്ടായിരുന്നില്ല. പിന്നെ ഒരു പക്കിടും. പിന്നെ എല്ലാവരും നോമ്പിന് വരവേൽക്കാനായി ഇരിക്കുകയാണല്ലോ അല്ലേ. അപ്പോൾ എല്ലാവർക്കും ഈ റമളാൻ മാസം നല്ല സമാധാനത്തോടും സന്തോഷത്തോടും കൂടി നോമ്പ് നോറ്റ് വീട്ടുവാൻ എല്ലാവർക്കും കഴിയട്ടെ. ആർക്കും അസുഖങ്ങളോ പ്രയാസങ്ങളോ ഒന്നും ഇല്ലാതിരിക്കാൻ അള്ളാഹുവിനോട് പ്രാർത്ഥിക്കാം. ഇനി മറ്റൊരു വീഡിയോയുമായി കാണാം. താങ്ക് യു.